ഇതൊന്നും സച്ചിയോട് ഞാൻ പറഞ്ഞൊന്ന് മാഷും കമലേച്ചി അറിയരുത്. മനസ്സിലൊരിറ്റ് കളങ്കമില്ലാത്തവര് തകർന്നു പോവും അവര്. പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ തന്നെ സച്ചിക്ക് വേണ്ടി ആലോചിക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തതിന്റെ ഉദ്ദേശം അവന്തികയ്ക്ക് മാത്രമേ അറിയൂ. ചുരുക്കി പറഞ്ഞ സച്ചി അനുഭവിക്കുന്നതിന്റെ ഒക്കെ കാരണക്കാരി അവന്തികയാ. ഇതൊന്നും അറിയാതെ പാവ അർച്ചന സച്ചിയെ സ്നേഹിച്ച് സച്ചിയോടൊപ്പം തന്നെയുണ്ട്. അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. അച്ഛനെ അവളുടെ അനിയത്തിയും ചേർന്ന് മനഃപൂർവ്വം എന്നെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടതാ. പണ്ടെന്റെ അച്ഛൻ, ഇപ്പോ നമ്മുടെ കുഞ്ഞ്. അങ്ങനെ എന്റെ എല്ലാ വേരുകളും നെല്ലിശ്ശേരിക്കാര് അറുത്ത് മാറ്റുകയാണ് ധനുഷ്. പറയേ, താനെന്താ ഇങ്ങോട്ട് വിളിക്കാതിരുന്നേ? എന്താ നിന്റെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് കോള് വരില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ഫോർമാലിറ്റിക്ക് അവിടെ വരെ വന്നു. കുറച്ചു നേരം ഇരുന്നു, പോയി. കഴിഞ്ഞോ നിന്റെ ഉത്തരവാദിത്തം മുഴുവൻ? പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന എന്തിനാന്നറിയോ നിനക്ക്? എന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട്. ഒരു വീഴ്ചയിൽ നഷ്ടപ്പെട്ടത് എന്റെ നിന്റെയും കുഞ്ഞാ. അത് നിനക്കറിയില്ലേ? നിന്നെയൊക്കെ സ്നേഹിച്ചതാ എന്റെ ആദ്യത്തെ തെറ്റ്. നീയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞ് എന്റെ അനിയത്തി പോലും എന്നിൽ നിന്ന് അകന്ന് നിൽക്കുക. നിനക്കറിയോ അത്? എന്നിട്ട് എന്ത് ചെയ്യണം പോലും. ധനുഷ്, ഇപ്പോ നമ്മൾ തമ്മിൽ സംസാരിച്ച് ശരിയാവില്ല. ഞാൻ പിന്നെ വിളിക്കാം. അല്ലെങ്കിൽ നീ ഞാനും പിണങ്ങേണ്ട അവസ്ഥയാവും. അതുകൊണ്ട് ഫോൺ വെക്ക്. അതുല്യ പ്രതിഭയ്ക്കരികിലേക്ക് മഹാനടൻ. പലപ്പോഴും ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടുന്നില്ല. സി കേരളം എക്സ്ക്ലൂസീവ്. ഒരു പരിചയക്കാരൻ എന്ന് പറയാനെന്ന് ജനാർദ്ദൻ ചേട്ടൻ മാത്രമേ. ഈറനണിഞ്ഞ് കണ്ഠമിടറി മമ്മൂക്ക. മറ്റുള്ളവരോട് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആത്മധൈര്യം. സി കേരളം കുടുംബം അവാർഡ് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. ഹലോ അവന്തിക മാഡം.
എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. സ്നേഹിക്കുന്നവരിൽ നിന്ന് ചിലത് നമ്മൾ പ്രതീക്ഷിക്കും. അത് കിട്ടാതെ വരുമ്പോൾ വല്ലാതെ വിഷമിക്കുകയും ചെയ്യും. ആ വിഷമം ഞാൻ നേരത്തെ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ എന്താ? എന്നെ കണ്ട് സംസാരിച്ച പ്രശ്നവും വിഷമമൊക്കെ മാറോ? ഒരു പരിധിവരെ മാറുമായിരിക്കും. എങ്കിൽ നമ്മൾ കണ്ടിരിക്കും ഉടനെ. എന്താ പോരെ? ആ, എവിടെ വെച്ച് കാണും? ഞാൻ ഇന്നും കാണുന്ന സ്ഥലത്തേക്ക് വരട്ടെ? അവന്തിക്ക് എങ്ങോട്ടും വരണ്ട, ഞാൻ വിളിക്കാം. ശരി എന്നാ. ആ ഹായ് സ്നേഹ, എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതെ? ആ എന്നാ എന്റെ പേരൊന്ന് പറഞ്ഞേ. ധനുഷ് എന്നല്ലേ? ആഹാ, ഞാൻ കരുതിയതിലും മിടിക്കാണല്ലോ. നന്ദൻ സാർ പറഞ്ഞതുകൊണ്ട് 2-3 ഫയലുകൾ ഇവിടെ ഏൽപ്പിക്കാൻ വന്നതാ. സാർ അകത്തുണ്ടോ? ഏട്ടൻ എന്തോ കാര്യത്തിന് പുറത്തു പോയിരിക്കുക. ഓ ആണോ? സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ആയിക്കോട്ടെ, ധനുഷ് അകത്തേക്ക് വാ. ആ വാ, ഇരിക്കെ. നന്ദേട്ടൻ ഇപ്പൊ വരുമായിരിക്കും. ആ വരട്ടെ, വന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത്രയ്ക്ക് അത്യാവശ്യമാണോ? അത്യാവശ്യമില്ല, പക്ഷെ ആവശ്യമുണ്ട്. സ്നേഹ മാഡം ഓഫീസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ മാഡത്തിന് ഈ ഫയലുകൾ ഏൽപ്പിച്ച് ബോധ്യപ്പെടുത്തി തന്നിട്ട് എനിക്ക് പോകായിരുന്നു. ഇതിപ്പോ അത് പറ്റില്ലല്ലോ. അത് ശരി, എന്നെ കളിയാക്കിയതാണല്ലേ? എന്നെ ഇത്രയും പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് സമാധാനമായോ? ഹേയ് അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ശരിക്കും സ്നേഹയുടെ ഒരു ഫാനാ. ഫാനോ? അതിന് നമ്മൾ തമ്മിൽ മുൻ പരിചയമൊന്നുമില്ലല്ലോ. നേരിട്ട് പരിചയമൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്നേഹയെ ഫോളോ ചെയ്യുന്നുണ്ട്. വീഡിയോസ് എല്ലാം അടിപൊളിയാ. ചില റൊമാൻറ്റിക് വീഡിയോസൊക്കെ എന്ത് രസാ കാണാനായിട്ട്. പ്രത്യേകിച്ചും വെറുതെ ഇരിപ്പിന്റെ ഇടവേളകളിൽ എന്നൊരു അടിക്കുറിപ്പ് ഇട്ടിട്ട് ഒരു റീൽ ചെയ്തിരുന്നില്ലേ? അത് കുറെ തവണ ഞാൻ കണ്ടിരുന്നു. ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? സത്യം. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏതൊരു വിഷുവിന് ഒരു സെറ്റ് സാരിയെ കൊടുത്ത് കണ്ണനെയൊക്കെ പുറകിൽ വെച്ച് ഒരു സോങ് ചെയ്തിരുന്നില്ലേ? ആ അത് കണ്ട് ഫാൻ ആയതാ ഞാൻ. അതൊക്കെ കണ്ട ആരാ ഫോളോ ചെയ്യാത്തത്? തനി മലയാളിത്തം നിറഞ്ഞ മുഖവും റിയാക്ഷനും. ഇപ്പൊ മനസ്സിലായി ശരിക്കും ഫാനാന്ന്. സത്യം പറഞ്ഞ ആദ്യമായിട്ടാ എന്റെ അഭിനയത്തെ കുറിച്ച് ഒരാൾ നല്ല അഭിപ്രായം പറയുന്നത്. ആഹാ, അപ്പൊ ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. അയ്യോ, എന്താ? ചെടി നനച്ചിട്ട് പൈപ്പ് കൂട്ടാൻ മറന്നു എന്നൊരു സംശയം. ഓ, ഞാനൊന്ന് നോക്കട്ടെ, ഇപ്പൊ വരാം. അല്ല, ചെടിയൊക്കെ നനച്ചിട്ട് മെല്ലെ വന്നാ മതി.
എന്നോടുള്ള പിണക്കമൊക്കെ മാറട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് വന്നതും ആരും കാണാതെ ഇവിടേക്ക് കയറി വന്നതും. ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ടും ഇനിയും എന്നോട് പിണങ്ങിയിരിക്കുന്നത് അത് മര്യാദകേടാട്ടോ. ഓ, ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ എന്നോട് പിണക്കമാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പിണക്കമൊക്കെ മാറുമ്പോ താൻ എന്നെ വിളിക്ക്. ഞാൻ പറയാനുള്ളതൊക്കെ അപ്പൊ പറയാം. എന്താ അങ്ങനെ നീ അങ്ങ് പോവോ? പിന്നെ പോകാതെ? എന്നെ കാണാൻ ഇഷ്ടമില്ലാത്തവരുടെയും എന്നോട് മിണ്ടാൻ താല്പര്യമില്ലാത്തവരുടെയും മുന്നിൽ ഞാനിതിന് നിൽക്കണം. നീ നേരത്തെ ഫോണിൽ പറഞ്ഞ കാര്യം ഞാനും പറയാം. നഷ്ടപ്പെട്ടത് നിന്റെ മാത്രം കുഞ്ഞല്ല, എന്റെയും കൂടിയാ. അപ്പൊ തന്നെ പോലെ വിഷമം എനിക്കുമുണ്ട്. അത് ഞാൻ തന്നോട് പറയുന്നില്ല, അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് തനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. അല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിക്ക്. നേരത്തെ ആ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. എനിക്കെല്ലാം പറയാനും ദേഷ്യപ്പെടാനും സ്നേഹിക്കാനും നീയല്ലേ ഉള്ളൂ. നീ പറഞ്ഞതുപോലെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് വീണ്ടും ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ലല്ലോ. നീ എല്ലാം കളയെ. എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ. ഇതുപോലൊരു വീട്, ഇതുപോലൊരു മുറി, അവിടെ ഞാനും നീയും സന്തോഷത്തോടെ ജീവിക്കുന്ന സ്വപ്നം കണ്ട ഇന്ന് ഞാൻ ഉണരുന്നത്. ഞാനും നീയും പ്ലാൻ ചെയ്തതുപോലൊക്കെ നടന്നു കഴിയുമ്പോൾ ഇതുപോലൊരു വീടും മുറിയോ അല്ല. ഈ വീട്ടില്, ഈ മുറിയില് നമ്മൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും താമസിക്കും. ഇങ്ങനെ ഒളിച്ചും പാത്തും അല്ലാതെ തന്നെ. നിന്നെ കാണുമ്പോഴൊക്കെ സന്ദർഭവും പരിസരവും മറന്നാ ഞാൻ പ്രവർത്തിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ. അത് വേറെ എവിടെയാണേലും സാരമില്ല, പക്ഷെ ഈ വീട് സൂക്ഷിക്കണം. ചുറ്റുള്ള ക്യാമറയേക്കാൾ ആൾക്കാരെയാ സൂക്ഷിക്കേണ്ടത്. അറിയാലോ നമ്മുടെ കാര്യം അറിഞ്ഞാ ഇവിടെ എന്താ നടക്കാന്ന്. അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ അപരിചിതരായ നമ്മൾ ആരും അറിയാതെ കുറേ സ്നേഹിക്കും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സ്വകാര്യമായി നമുക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ഇവിടെ വെച്ച് തന്നെ. ഇന്ന് ഇവിടെ നിന്ന് ഞാൻ പോകുന്നത് ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും ഇവിടേക്ക് കയറി വരാൻ പറ്റുന്ന ഒരാളെന്ന രീതിയിലായിരിക്കും. അതിനുള്ള എന്തെങ്കിലും ഒപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. നീ പറയുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്നോളാം. നീ പറയ്, എന്താ നമ്മുടെ അടുത്ത നീക്കം? നീ രാവിലെ തുടങ്ങിയതാണല്ലോ, ഇതുവരെ തീർന്നില്ലേ? തീരേണ്ടതായിരുന്നു. അപ്പോഴും ഓഫീസിൽ നിന്ന് ധനുഷ് വന്നത്. പിന്നെ കുറച്ചേരം ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ? ധനുഷ് എൻ്റെ ഒരു ഫോളോവറാ. എൻ്റെ വീഡിയോസ് എല്ലാം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുന്ന് സംസാരിച്ചൊക്കെ നിന്നു. അയാൾ എന്തിനാ വന്നേ? നന്ദേട്ടനെ കണ്ടെന്തോ ഫയലുകൾ ഏൽപ്പിക്കാനാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോ നന്ദേട്ടൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിട്ടൂടായിരുന്നു? നന്ദേട്ടൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അയാളെ പോലെ ആരെങ്കിലും വന്ന കാര്യം തിരക്കണം. അത് കഴിഞ്ഞിട്ട് വേഗത്തെ തിരിച്ചു പറഞ്ഞു വിടുക വേണം. ഇനി അയാൾ എപ്പോ വന്നാലും എന്നെ കൂടി വിളിക്കണം, കേട്ടോ? അതിന് ധനുഷ് പോയില്ലല്ലോ. ഇങ്ങോട്ടൊന്ന് പേട്ടത്തെ കണ്ടില്ലേ ഹാളിലിരിക്കുന്നത്?
ചിലപ്പോൾ ഏട്ടത്തെ ശ്രദ്ധിക്കാത്തതാവും. നന്ദേട്ടനെ കണ്ടിട്ടേ പോവെന്ന് പറഞ്ഞ അവിടെ ഇരിപ്പാ. താൻ കുറേ നേരമായിട്ട് ആലോചിക്കുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ധനുഷ്, ഓഫീസിലെ പുതിയ വൈസ് പ്രസിഡന്റ്. അത് മനസ്സിലായി. ഇത് മനസ്സിലായില്ല. ഏത് ഓഫീസിലെ വൈസ് പ്രസിഡന്റ് ഓഫീസിലെ MDയുടെ ബെഡ്റൂമിൽ നിൽക്കുന്നത് എന്തിനാന്ന് മനസ്സിലായില്ലാന്ന്. ഞാൻ ഫയലുകളുമായിട്ട് നന്ദൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കുറച്ച് ഫയലുകളിൽ സൈൻ വാങ്ങണമായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരെന്താന്ന് പറഞ്ഞു? ധനുഷ്. ഞാൻ കേട്ടിടത്തോളം ധനുഷ് ഇതുപോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? അതെ, ഇവിടെ വരുന്നതിന് മുൻപ് മറ്റു കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഫയൽ സൈൻ ചെയ്ത് വാങ്ങിക്കാൻ MDയുടെ കിടപ്പുമുറിയിലാണോ ചെല്ലാറ്? ഓഫീസ് കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫീസിൽ. എന്തെങ്കിലും ഓഫീസ് കാര്യത്തിന് വീട്ടിൽ വരേണ്ടി വന്ന സ്വീകരണ മുറി. അതിനപ്പുറം ഇയാൾ കടന്നു കയറേണ്ട ആവശ്യമില്ല. കാണേണ്ടത് ആരെയായാലും അവർ തന്നെ അങ്ങോട്ട് വന്ന് കണ്ടോളൂ. അത് അർച്ചനെ മറ്റൊന്നും കൊണ്ടല്ല. അവന്തികമ്മയുടെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചില ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ. അങ്ങനെ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാനും മാത്രം ഈ മാഡം ഇപ്പൊ ഓഫീസിലെ ആരുമല്ല. അത് എന്നെക്കാളും നന്നായിട്ട് വൈസ് പ്രസിഡന്റിനും അറിയാലോ. അത് അർച്ചനെ. അർച്ചനയോ? നേരത്തെ താൻ ഇവരെ വിളിച്ചത് അവന്തിക മാഡം എന്നല്ലേ? ഞങ്ങൾ രണ്ടുപേരും നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ 2 MDമാരുടെ ഭാര്യമാരാ. എനിക്കില്ലാത്ത ഒരു യോഗ്യതയും അധികാരവും ഈ നിൽക്കുന്ന മാഡത്തിനും ഇല്ല. അതുകൊണ്ട് ഈ മാഡത്തിനെ താൻ മാഡം എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ മാഡത്തിനെയും അങ്ങനെ തന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ തനിക്ക്? മനസ്സിലായി മനസ്സിലായി അർച്ചന മാഡം. മനസ്സിലായെങ്കിൽ ഇറങ്ങിപ്പോ പുറത്ത്. ഈ മുറിയിൽ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? വീട്ടിലെ ആണുങ്ങളെ കാണാൻ വരുന്നവരെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതും അത്ര നല്ല സ്വഭാവമല്ല. മര്യാദ എന്നൊന്നുണ്ട്. അതറിയില്ലെങ്കിൽ പഠിക്കണം, ആരായാലും.
എടുത്തി കണ്ടായിരുന്നോ? ആ കണ്ടു. നന്ദേട്ടൻ ഇപ്പൊ എത്തും. ആ ദേ ഏട്ടൻ. തനുഷോ? തനിരിക്കും. ഉം. അനൂപ് വരുമെന്നാ ഞാൻ വിചാരിച്ചത്. തനിഷ് വരേണ്ട കാര്യമില്ലായിരുന്നു. അനൂപ് വരാമെന്ന് പറഞ്ഞതാ. അപ്പോഴേക്കും സ്റ്റോക്ക് വരുമെന്ന് വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ തന്നെ വരാമെന്ന് കരുതിയത്. സർ ഈ മാസത്തെ പ്രോഫിറ്റ് ടോട്ടൽ ചെയ്തതാണ്. 1 കോടി രൂപയുടെ പ്രശ്നം കമ്പനിയിൽ ഉണ്ടായിരുന്നല്ലോ. അത് പൂർണ്ണമായും സേതു സാറിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ചേർത്തു. ആ ക്യാഷ് കമ്പനി കണക്കിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് ശേഷം നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് നല്ല രീതിയിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്ത മാസം കൂടിയായത്. അത് ധനുഷിന്റെ ചില ഐഡിയാസ് കൂടി നമ്മൾ പരീക്ഷിച്ചതുകൊണ്ടല്ലേ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ധനുഷിന് അവകാശപ്പെട്ടതാണ്.